ഇത് കാടമന കൊറക കോളനിക്കാർക്കായി നിർമ്മിച്ച കക്കൂസാണ്. ഇവിടെയാണ് ചെവി കേൾക്കാത്ത, ശരിയായ സംസാരശേഷിയില്ലാത്ത ജാനകി ഇന്ന് താമസിക്കുന്നത്. ജാനകിയുടെ അമ്മയും ഇവിടെ തന്നെയായിരുന്നു. 1 വർഷം മുമ്പ് അമ്മ മരിച്ചു. അതോടെ ജാനകി തനിച്ചായി. ഈ കക്കൂസിനോട് ചേർന്നുള്ള പഴയ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു ഇവരുടെ താമസം. കമ്മ്യൂണിറ്റി ഹാളിന്റെ മേൽക്കൂര തകർന്നതോടെയായിരുന്നു ജാനകിയും അമ്മയും കക്കൂസിലേക്ക് താമസം മാറ്റിയത്. ഇതിന് തൊട്ടടുത്തായി നിർമ്മിച്ച പുതിയ കമ്മ്യൂണിറ്റി ഹാളിലാണ് ബിന്ദുവിന്റെ താമസം. ബിന്ദുവിന്റെ കൂടെയും അമ്മയുണ്ടായിരുന്നു. 2 വർഷം മുമ്പ് മരിച്ചു. അതോടെ ബിന്ദുവും തനിച്ചായി. വീടെല്ലാം പൊളിഞ്ഞിട്ട് തന്നെ പോയി. ധാരങ്ങ എല്ലാം പോയി. സിമെന്റ് ഞങ്ങളുടെ ഏതിച്ചിട്ടായിരുന്നു തെരന്ന് കിട്ടു എന്ന് പറയുന്നുണ്ട്. ഞമ്മക്കൊന്നും അറിയില്ല കിട്ടുന്ന ഇല്ലേ. എൻ്റെ അച്ഛൻ പോയി, അമ്മ പോയി. പിന്നെ ആര് നമ്മളോട് ചോദിക്കുന്നവരില്ല. ഞങ്ങളെ ഈ ST കോളനിലുണ്ടത് ഇന്ന് കുറച്ചാളന്നെ ഉണ്ട്. അതെല്ലാം പോയിട്ട് കഴിഞ്ഞു. കാസർഗോഡ് ജില്ലയിലെ പെർഡാല, മാടത്തടുക്ക, കാരിയാട്, കാടമന, ദർബത്തടുക്ക, പെരിയടുക്ക എന്നിവിടങ്ങളിലാണ് കൊറക കോളനിയുള്ളത്. ഇവിടെ 98 കുടുംബങ്ങളുണ്ടെന്നാണ് സർക്കാരിന്റെ കണക്ക്. ഇവർക്കായി കഴിഞ്ഞ 5 വർഷത്തിനിടെ പല പദ്ധതികളിലായി 6,22,00,000 രൂപ ചെലവഴിച്ചുവെന്നാണ് സർക്കാരിന്റെ കണക്ക്. അതായത് ഒരു കുടുംബത്തിന് ശരാശരി ചെലവഴിച്ചത് 6,35,000 രൂപ. എന്നിട്ടും സ്വന്തമായി വീടില്ലാതെ കക്കൂസിലും കമ്മ്യൂണിറ്റി ഹാളിലും ദുരിതജീവിതം തീർക്കുകയാണ് കൊറക കുടുംബങ്ങൾ. ബദിയടുക്ക കടമന കൊറക കോളനിയിൽ നിന്നും ക്യാമറ പേഴ്സൺ രാജേഷിനൊപ്പം ഷെഫീഖ് നസ്രുള്ള, മീഡിയ 1.